സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ കോങ്ങാട്, മണ്ണാർക്കാട്, ആലത്തൂർ. കോങ്ങാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 സ്ഥാനാർത്ഥികൾ LDF സ്ഥാനാർത്ഥി കെ ശാന്തകുമാരി, UDF സ്ഥാനാർത്ഥി കെ തുളസി, NDA സ്ഥാനാർത്ഥി രേണു സുരേഷ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി LDF നേടിക്കൊടുത്ത മണ്ഡലമാണ് കോങ്ങാട്. മണ്ണാർക്കാട് LDF സ്ഥാനാർത്ഥി മൻസിൽ അബൂബക്കർ, UDF സ്ഥാനാർത്ഥി M ഷംസുദ്ദീൻ, NDA സ്ഥാനാർത്ഥി ഐസക് വർഗീസ്. ഇവിടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി 47% വോട്ട് വീതം നേടി വിജയിച്ച മണ്ഡലമാണ്. ആലത്തൂർ LDF സ്ഥാനാർത്ഥി TM ശശി, UDF സ്ഥാനാർത്ഥി KN ഫെബിൻ, NDA സ്ഥാനാർത്ഥി KV പ്രസന്നകുമാർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KD പ്രസന്നൻ വളരെ വലിയ ലീഡോടുകൂടി ജയിച്ച മണ്ഡലമാണിത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 പ്രാഥമിക ഘടകങ്ങളിൽ എങ്ങനെയാണ് ഈ 3 മണ്ഡലങ്ങളിലെയും സമ്മതിദായകർ ഓരോ മുന്നണിയെയും വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. കോങ്ങാട് പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലെ വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും LDFനാണ് 1ാം സ്ഥാനം സമ്മതിദായകർ കൊടുത്തിരിക്കുന്നത്, UDF 2ാമതും. എന്നാൽ സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാമതാണ്, LDF 2ാമതും. ഇനി മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ഈ 5 ഘടകങ്ങളിലും UDF ആണ് 1ാമത്, LDF 2ാമത്. ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ഈ 5 ഘടകങ്ങളിലും LDF ആണ് 1ാമത് വരുന്നത്, UDF 2ാമത്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും സമഗ്രമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നടത്തിയ അപഗ്രഥത്തിനെ ആസ്പദമാക്കി നമുക്ക് നോക്കാം ഈ 3 മണ്ഡലങ്ങളും ആര് ജയിക്കും. കോങ്ങാട് വ്യക്തമായ LDF മുന്നേറ്റം. LDFന് 45.23% വോട്ട് വീതവും, UDF 33.3% വോട്ട് വീതം, NDAക്ക് 21.48% വോട്ട് വീതം. ഇതാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. മണ്ണാർക്കാട് നമുക്ക് നോക്കാം സെമിയോട്ടിക്ക എന്താണ് പ്രവചിക്കുന്നതെന്ന്. ഇവിടെ ഒരു വ്യക്തമായ UDF മുന്നേറ്റമാണ്, ഏകദേശം 53% വോട്ട് വീതം. LDFന് 35% വോട്ട് വീതവും, NDAക്ക് 11.5% വോട്ട് വീതവും സെമിയോട്ടിക്ക പ്രവചിക്കും. ആലത്തൂരിലേക്ക് നമുക്ക് പോകാം. ആലത്തൂരിൽ സെമിയോട്ടിക്ക പ്രവചിക്കുന്നത് വ്യക്തമായ ഒരു LDF മുന്നേറ്റമാണ്, 51% വോട്ട് വീതവും, UDFന് 36% വോട്ട് വീതവും, NDAക്ക് ഏകദേശം 14% വോട്ട് വീതവും സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. ഇതുവരെ സെമിയോട്ടിക്ക നടത്തിയ പ്രവചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നോർത്ത് കേരളയിലെ 48 നിയമസഭാ മണ്ഡലങ്ങളിൽ 30 മുതൽ 36 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന് അനുകൂലമായും 11 മുതൽ 17 നിയമസഭാ മണ്ഡലങ്ങൾ LDFന് അനുകൂലമായും ഒരു മണ്ഡലം NDAക്ക് അനുകൂലമായും സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. മധ്യ കേരളത്തിൽ 46 നിയമസഭാ മണ്ഡലങ്ങളിൽ 21 മുതൽ 26 മണ്ഡലങ്ങൾ UDFനൊപ്പമെന്നും സെമിയോട്ടിക്ക പ്രവചിക്കുന്നു. വീണ്ടും 20 മുതൽ 25 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFനൊപ്പവും, NDAക്ക് 0 മുതൽ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ലഭിക്കുവാനും സാധ്യതയുണ്ടെന്ന് സെമിയോട്ടിക്ക പ്രവചിക്കുന്നു. ഇനി നമുക്ക് സൗത്ത് കേരളയിലേക്ക് പോകാം. അവിടെ വ്യക്തമായ ഒരു LDF മുന്നേറ്റമാണ്, 23 മുതൽ 29 സീറ്റുകൾ. NDAക്ക് 2 മുതൽ 3 സീറ്റുകൾ അവിടെ നേടുവാൻ സാധ്യതയുണ്ട്. 13 മുതൽ 17 സീറ്റുകൾ UDFന് അനുകൂലമായി. 133 നിയമസഭാ മണ്ഡലങ്ങളാണ് സെമിയോട്ടിക്ക നമുക്കായി പ്രവചനം നടത്തിയിരിക്കുന്നത്. UDFന് അനുകൂലമായി 62 മുതൽ 78 സീറ്റുകൾ വരെ ലഭിക്കാം എന്ന് സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. LDFന് 51 മുതൽ 68 നിയമസഭാ മണ്ഡലങ്ങൾ വരെയും, NDAക്ക് 2 മുതൽ 5 നിയമസഭാ മണ്ഡലങ്ങൾ വരെയും. മറ്റൊരു മണ്ഡലവുമായി ഞങ്ങൾ ഉടനെ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നതായിരിക്കും. വി ആർ സൈനിങ് ഓഫ്. ഗുഡ് ഡേ ടു എവരിവൺ.